ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഗാലറിയിലൊക്കെ ഉള്ള അതല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ വരുന്ന പോസ്റ്റർ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ പോസ്റ്ററാക്കി മാറ്റാമെന്ന് പറയുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പോസ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു പോസ്റ്ററാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ പോസ്റ്റർ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഈ ഒരു പോസ്റ്റർ ഓപ്പൺ ചെയ്തു. ശേഷം ഷെയർ എന്ന ബട്ടൺ ഉണ്ടാവും. ഷെയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻവയിലേക്ക് ഷെയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. ക്യാൻവ എന്ന് സെലക്ട് ചെയ്യാം. ക്യാൻവ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതിൽ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം അലോ ക്ലിക്ക് ചെയ്യുക. അലോ ഡൺ എന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക. ഇതിൽ യൂസ് ഇൻ എ ന്യൂ ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ആ ഫോട്ടോ, ആ ഒരു പോസ്റ്റർ ഇവിടെ ക്യാൻവയിലേക്ക് വന്നിട്ടുണ്ട്. ശേഷം ഇനി അത് എഡിറ്റ് ചെയ്യാനായിട്ട് ആ ഒരു പോസ്റ്റർ ക്ലിക്ക് ചെയ്യുക. താഴത്ത് മാജിക് സ്റ്റുഡിയോ എന്ന് കാണാം. മാജിക് സ്റ്റുഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഗ്രാബ് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഗ്രാബ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ശേഷം ഏതൊരു ടെക്സ്റ്റാണ് ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് മാറ്റണം. ഞാനിവിടെ വാട്സപ്പ് നമ്പർ മാത്രമാണ് ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നത്. അതിനായിട്ട് ആ വാട്സപ്പ് നമ്പർ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഗ്രാബ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ക്യാൻസൽ ചെയ്യുന്നു. ഇനി ആ വാട്സപ്പ് നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്പറിൻ്റെ അവിടെ ചേർക്കാം. ഓക്കെ. ശേഷം ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് മുകളിലുള്ള ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പോസ്റ്റർ നമുക്ക് ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് മാത്രമാണ് പറഞ്ഞത്. ടെക്സ്റ്റ് നമ്പർ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് മാത്രമാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. മലയാളം ടെക്സ്റ്റ് ഈ ഒരു പ്രോഗ്രാം വർക്കാവില്ല കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇതിലുള്ള ഇമേജ് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഇതിലിപ്പോൾ ഒരു നെയിം സ്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവുന്നില്ല. കാരണം അത് നമ്മൾ ഡിസൈൻ ചെയ്ത പോസ്റ്ററല്ല, ഗാലറിയിൽ ആരോ ഡിസൈൻ ചെയ്തൊരു പോസ്റ്ററാണ്. ഓക്കെ. അതിനായിട്ട് ഈ ഒരു പോസ്റ്റർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാജിക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിൽ നേരത്തെ നമ്മൾ ചെയ്തത് ഈ ഒരു ഓപ്ഷനാണ്, അതായത് ഗ്രാബ് ടെക്സ്റ്റ് എന്ന ഓപ്ഷനാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മാജിക് ഗ്രാബ് ഉണ്ടല്ലേ, മാജിക് ഗ്രാബ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഏതൊരു സംഭവമാണ് നമുക്കിതിൽ റിമൂവ് ആക്കിയിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഈ നെയിം സ്ലിപ്പ് ക്ലിക്ക് ചെയ്തിട്ടോ. ആ ഒരു നെയിം സ്ലിപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ലോഡ് ആവുന്നുണ്ട്. ശേഷം താഴത്തുള്ള ഗ്രാബ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഒരു നെയിം സ്ലിപ്പ് നമുക്ക് ഇവിടെ നിന്ന് ഗ്രാബ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഏത് സ്ഥലത്തുമാണെങ്കിൽ കൊണ്ടുപോയി വെക്കാം. അതുപോലെ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുക. അവിടെ വേറെ നെയിം സ്ലിപ്പ് നമുക്ക് കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നേരത്തെ നമ്മൾ ഗാലറിയിൽ നിന്നല്ല വന്നത്. ഇനി നമുക്ക് ക്യാൻവയിൽ നിന്ന് ഡയറക്റ്റായിട്ട് എങ്ങനെ ആ ഒരു സംഭവം ചെയ്യാൻ നോക്കാം. അതായത് ഗാലറിയിലുള്ള പോസ്റ്റർ എങ്ങനെ ക്യാൻവയിൽ നിന്ന് എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ സെൻറ്ററിലുള്ള, ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ശേഷം അപ്ലോഡ് എന്ന് കാണാം. ആ അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിലുള്ള ഫോട്ടോ ഒക്കെ നമുക്കിവിടെ കാണാം. ഏതൊരു പോസ്റ്ററാണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു പോസ്റ്റർ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ ഒരു പോസ്റ്റർ സെലക്ട് ചെയ്യുന്നു. ശേഷം യൂസ് ഇൻ എ ന്യൂ ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരു പോസ്റ്റർ ഇതിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ടെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഉണ്ടല്ലേ, ടെക്സ്റ്റ് ഒന്നും ക്ലിക്ക് ആവുന്നില്ല. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് മൊത്തത്തിൽ ക്ലിക്ക് ആവുകയാണ്.
കാരണം ഇത് നമ്മൾ ഡിസൈൻ ചെയ്തൊരു പോസ്റ്ററല്ല, മറ്റാരോ ഡിസൈൻ ചെയ്ത ഒരു പോസ്റ്ററാണ്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് നേരത്തെ വന്ന പോലെ തന്നെ ഫസ്റ്റ് ആ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം മാജിക് സ്റ്റുഡിയോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ മാജിക് ഗ്രാബ്, ടെക്സ്റ്റ് ആണ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാബ് ടെക്സ്റ്റ്. ഈ ഒരു മാജിക് സ്റ്റുഡിയോ ഫീച്ചർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിലായിട്ട് വർക്ക് ചെയ്യുക. മലയാളം ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ ഈ മാജിക് ഗ്രാബ് എന്നുണ്ടല്ലോ, ആ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏകദേശം എല്ലാ ടെക്സ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ ഒരു ഇതായിട്ട് സെലക്ട് ചെയ്യുന്നത് ആ വെബ്സൈറ്റ്, ശേഷം ഗ്രാബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി അതിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോകുന്നു. ശേഷം ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്തിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുന്നു കേട്ടോ. എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്കിതിൽ എന്ത് ചെയ്യാം, www.canva-class.com. ഓക്കെ, ഇത്ര ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇത് പ്രോ എഡിഷൻ എല്ലാവരും എടുത്തിട്ടുണ്ടെന്ന് കരുതുന്നു. എടുക്കാത്തവർ പെട്ടെന്ന് തന്നെ എടുക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് 75% ഡിസ്കൗണ്ടിൽ സ്റ്റുഡൻസിന് ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. ആ ഒരു പ്രോ എഡിഷനിലാണ് നമുക്ക് ഈ ഒരു ഫീച്ചറെല്ലാം വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.